ആണ് വന്നിട്ടുള്ളത്. ഡ്രാമയുടെ തുടക്കത്തിൽ അണ്ടർഗ്രൗണ്ട് ബോക്സിംഗ് കാണിച്ചാണ് തുടങ്ങുന്നത്. ഇത് നമ്മുടെ നായകൻ യു ചാൻ. വർഷങ്ങൾക്ക് മുന്നേ യു ചാൻ ഒരു പ്രോ ബോക്സറായിരുന്നു. ഡ്രഗ്സ് ഉപയോഗിച്ചു എന്ന കുറ്റം കാരണം 6 വർഷമായി യു ചാൻ ബാൻ ചെയ്തിരിക്കപ്പെടുകയാണ്. അന്നു മുതൽ അണ്ടർഗ്രൗണ്ട് ബോക്സറായി കളിച്ചു വരുന്നു. യു ചാൻ പാവപ്പെട്ടവനായതിനാൽ ബോക്സിംഗ് കളിക്കൽ അവൻ്റെ ആവശ്യമായി വന്നു. അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ഈ സുന്ദരിയുടെ പേര് ബൂയാൻ. ഇവൾക്ക് യു ചാനെ വളരെ ഇഷ്ടമാണ്. അവൻ്റെ ബോക്സിംഗ് കാണാൻ ദൂരസ്ഥലത്ത് നിന്ന് വന്നതാണവൾ. ഇവൾ പണക്കാരിയാണ്. ഏതൊരവസ്ഥയിലും യു ചാനെ സ്വന്തമാക്കുക എന്നതാണ് അവളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ബോക്സിങ്ങിൽ ജയിച്ച യു ചാനോട് ക്യാഷ് വാങ്ങാൻ മുകളിലേക്ക് പോകാനായി സംഘാടകൻ പറഞ്ഞു. ക്യാഷ് വാങ്ങാൻ ചെന്ന യു ചാൻ ബൂയാനെ കണ്ടതും ഞെട്ടിപ്പോയി. ഇവളെ യു ചാനെ നേരത്തെ അറിയാം. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ യു ചാൻ 6 വർഷത്തിനു മുന്നേ ഈ പെണ്ണിനെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ വളരെയധികം ഇൻറ്റിമേറ്റായി ഇടപഴകിയിട്ടുമുണ്ട്. ബോയാൻ ഇവനെ കണ്ട് വളരെ സന്തോഷത്തിലാണ്. ഒത്തിരി വർഷങ്ങളായി അവൾ അവനെ അന്വേഷിച്ചു നടക്കുന്നു. പക്ഷേ യു ചാന് അവളെ മുഖം പോലും കാണാൻ ഇഷ്ടമില്ലായിരുന്നു. അവൻ പറഞ്ഞു, നീ എന്നെ 6 വർഷം മുന്നേ യൂസ് ചെയ്തു എന്ന് ഉറപ്പിക്കാൻ വന്നതാണോ? അതേ എന്ന് അവൾ പറഞ്ഞതും യു ചാന് വളരെയധികം ദേഷ്യമായി. ബോയാങ് പറഞ്ഞു, കോൺട്രാക്ട് ഹസ്ബൻഡ്, 10 ലക്ഷം രൂപ വാങ്ങി 3 മാസത്തേക്ക് എൻ്റെ ഹസ്ബൻഡായി അഭിനയിക്കാമോ? ഇത് കേട്ട് യു ചാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇനിയും തീർക്കാനുണ്ട്. എന്നിട്ടാണോ പുതിയ ഓഫറുമായി വന്നിരിക്കുന്നത്? നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നിനക്കെന്നെ വിലക്ക് വാങ്ങാൻ സാധിക്കുമെന്നോ? ഇത് പറഞ്ഞുകൊണ്ട് യു ചാൻ അവിടെ നിന്ന് പോകുന്നു. ബോയാൻ എല്ലാം മനസ്സിലാക്കിയാണ് വന്നിട്ടുള്ളത്. യു ചാൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണെന്നും അവന് കാശിന് അത്യാവശ്യമുണ്ടെന്ന് ഒക്കെ ബോയാൻ പറഞ്ഞു. ഈ കാശ് കൊണ്ട് നിനക്ക് നിൻ്റെ അമ്മയെ ചികിത്സിക്കാം. ഇത് കേട്ട് യു ചാന് വളരെയധികം ദേഷ്യം വന്ന് ക്രെഡിറ്റ് കാർഡെല്ലാം തന്നെ ബോയാൻ്റെ നേരെ വലിച്ചെറിഞ്ഞു. നിൻ്റെ ഈ വൃത്തികെട്ട ബിസിനസ്സിൽ എന്നെ പങ്കാളിയാക്കണ്ട. നീ വേറെ വല്ലവരെയും തിരഞ്ഞെടുത്തോ. നീ എന്നെ അറേഞ്ച് മാരേജ് ചെയ്തോളൂ. നിൻ്റെ സമ്മതം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ബോയാൻ പിന്മാറാൻ തയ്യാറായില്ല. യു ചാൻ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവൾ അവിടെ എത്തി. ബോയാൻ്റെ കൂടെ അവളുടെ 2 കുട്ടികളുമുണ്ടായിരുന്നു. അതെ, ഇത് ബോയാൻ്റെ കുട്ടികളാണ്. യു ചാൻ കുട്ടികളോടായി പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളുടെ അമ്മയെ ഒന്നും ചെയ്യില്ല. പകരം നിങ്ങളെ പിടിച്ച് വെള്ളത്തിലെറിയും. മീനുകൾ നിങ്ങളെ തിന്നും. ഇത് കേട്ട് കുട്ടികൾ പേടിച്ചു പോയി. നീ എന്തിനാണ് പുതിയ ഡ്രാമ കാണിക്കാനായി കുട്ടികളുമായി വന്നിരിക്കുന്നത്? ഇത് ആരുടെ കുട്ടികളാണ്? ഇവരുടെ അച്ഛനായാണോ നീ എനിക്ക് വേണ്ടത്? യു ചാൻ ചോദിച്ചു. എന്തിനാണ് ദരിദ്രവാസിയായി എന്നെ ഇവരുടെ അച്ഛനാക്കണം? ഞാൻ അത്രയ്ക്ക് വാല്യുബിളാണോ? വെറും 3 മാസത്തെ കാര്യമല്ലേ. അതിനുശേഷം നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റേതും. കോൺട്രാക്ട് പേപ്പേഴ്സ് ബോയാൻ തിരിച്ചു കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. ബോയാൻ പറഞ്ഞു, ബോക്സിംഗ് വളരെ റിസ്ക്കുള്ള ജോലിയാണ്. നീ ആ റിങ്ങിൽ മരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. യു ചാന് ദേഷ്യം വന്ന് അവളെ പൊക്കിയെടുത്ത് കാറിലിടുന്നു. ഇത്രയും ഇൻസൾട്ട് സഹിച്ചിട്ടും